3000-ലധികം കിലോമീറ്റർ ദൂരത്താണ് അമേരിക്ക ഇറാൻ യുദ്ധം നടക്കുന്നതെങ്കിലും പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യയുടെ മേൽ വർഷിച്ചിരിക്കുന്നത് ഒരു യുദ്ധകാല സമ്പദ്വ്യവസ്ഥയാണ്. പ്രതിസന്ധി നേരിടാൻ സർക്കാരിന്റെ പരിഹാരക്രിയകൾ മാത്രം മതിയാകില്ലെന്നും രാജ്യവാസികൾ സ്വന്തം നിലയിൽ നിർവഹിക്കേണ്ട 7 കർമ്മങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വന്നത്. യുദ്ധം രാജ്യത്തിനെ ഏൽപ്പിക്കുന്ന ധനക്കെടുതികളുടെ കാഠിന്യം വെളിവാക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അഭ്യർത്ഥിച്ച മാർഗനിർദ്ദേശങ്ങളിൽ 1 വർഷം വരെ നീളുന്ന രക്ഷാ കവചങ്ങളും ഉൾപ്പെടുന്നു എന്നത് സംഘർഷം നീണ്ടുപോയേക്കാവുന്ന സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി പടർന്നു കയറിയ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ സാമൂഹിക സാമ്പത്തിക ആഘാതങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഗൾഫ് നാടുകളുമായി അത്രയ്ക്ക് സാന്ദ്രമായൊരു വിളക്കിച്ചേർക്കൽ ആണ് കഴിഞ്ഞ നൂറ്റാണ്ടിനുള്ളിൽ കേരളത്തിന് സംഭവിച്ചിട്ടുള്ളത്. ഏകദേശം 25 ലക്ഷം മലയാളികൾ അവിടെ ജീവിക്കുകയും പണിയെടുക്കുകയുമാണ്. ഇത് സംസ്ഥാന ജനസംഖ്യയുടെ ഉദ്ദേശം 7% ആകുന്നുള്ളൂ എങ്കിലും കേരളത്തിന്റെ മൊത്തം തൊഴിൽ ശക്തിയുടെ 17 മുതൽ 18%. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് 2024-25 ഇന്ത്യയിലേക്ക് വന്നു ചേർന്ന മൊത്തം പ്രവാസി പണമായ $12,500 കോടി $1 വന്നു ചേർന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഇതിൽ $2,000 കോടി സംഖ്യ അയച്ചത് ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ പ്രവാസികളാണ്. ഈ കണക്കുകളെല്ലാം വിരൽ ചൂണ്ടുന്നത് സംഘർഷം മൂലം ഗൾഫിലെ സമ്പദ്ഘടനകൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങളുടെ ഭാരം കേരളത്തിലേക്കും സംക്രമിക്കപ്പെടുമെന്നാണ്. ഗൾഫിന്റെ നഷ്ടങ്ങൾ. ഇറാന്റെ ആക്രമണങ്ങൾ ഗൾഫ് നാടുകളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ചത് വലിയ ക്ഷതങ്ങളെന്ന് ആണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനകം തന്നെ സാമ്പത്തികമായ ഉൽപാദന മേഖലകളിൽ മൊത്തം $20,000 കോടി നഷ്ടമുണ്ടായതായി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ നിന്നും ദിനംപ്രതി 10 ദശലക്ഷം വീപ്പയുടെ എണ്ണ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തടയപ്പെട്ടു. ഈ വ്യാപാര നഷ്ടത്തിന് പുറമെ 80ഓളം എണ്ണ ഉൽപാദന സംഭരണ സൗകര്യങ്ങൾ തകർക്കപ്പെട്ടത് വഴി $5,800 കോടി നഷ്ടവുമുണ്ടായി. വിനോദസഞ്ചാര മേഖല താറുമാറായി. ദിനംപ്രതി ടൂറിസ്റ്റ് വരുമാനത്തിലുണ്ടായ നഷ്ടം $600 ദശലക്ഷം വരുമെന്നാണ് കണക്ക്. ആഗോള നിക്ഷേപത്തിന്റെ സുരക്ഷിത സ്വർഗമെന്ന് കരുതിപ്പോന്നിരുന്ന ദുബായ് പോലുള്ള പ്രദേശങ്ങളിലെ ധനവിപണി ആടിയുലഞ്ഞു. പ്രോജക്റ്റുകൾ മാറ്റിവയ്ക്കപ്പെടുകയോ നിർത്തലാക്കപ്പെടുകയോ ചെയ്തു. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖല എന്നിവ മുരടിപ്പിലായി. IMFന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും റിപ്പോർട്ടുകളിൽ ഗൾഫ് രാജ്യങ്ങളിലെ സാമ്പത്തിക വളർച്ചയിൽ ഉണ്ടാകുന്ന നഷ്ടം പ്രവചിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഖത്തറിന് വളർച്ചയിൽ 14.7%, കുവൈറ്റിന് 4.2%, ബഹ്റൈന് 3.8%, UAEക്ക് 1.9%, സൗദി അറേബ്യയ്ക്ക് 1.4% കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. കേരളത്തിന്റെ നഷ്ടങ്ങൾ. കേരളത്തിലെ പ്രവാസികൾ പണിയെടുക്കുന്ന പല മേഖലകളെ യുദ്ധം മന്ദീഭവിപ്പിച്ചിരിക്കുകയാണ്. പിരിച്ചുവിടൽ, വേതനമില്ലാത്ത അവധി, ശമ്പളം വെട്ടിക്കുറയ്ക്കൽ എന്നിങ്ങനെയുള്ള പ്രയാസങ്ങൾക്ക് അവർ പാത്രമാകും. യുദ്ധം നീണ്ടുപോയാൽ പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന സംഖ്യയിൽ 20% കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. തൊഴിൽ നഷ്ടമുണ്ടായാൽ നാട്ടിലേക്ക് മടങ്ങി വരുന്നവരെ ഉൾക്കൊള്ളാൻ പാകത്തിനല്ല നമ്മുടെ തൊഴിൽ മേഖല. തൊഴിലില്ലായ്മ നിരക്ക് ഇതിനകം തന്നെ ഉയർന്ന തോതിലായ പ്രദേശമാണ് സംസ്ഥാനം. പാചകവാതക ക്ഷാമം ഇതിനകം തന്നെ കുടുംബങ്ങളെയും ഹോട്ടലുകളെയും റെസ്റ്റോറന്റുകളെയും ബാധിച്ചിട്ടുണ്ട്. നാട്ടിലെ വിലക്കയറ്റത്തിനും യുദ്ധം കാരണമായിട്ടുണ്ട്. വിനോദസഞ്ചാര രംഗം. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരു മേഖലയാണ് വിനോദസഞ്ചാര രംഗം. ഈ മേഖല കോവിഡ് മഹാമാരിക്ക് ശേഷം വളർച്ചയുടെ പാതയിലായിരുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 8,21,999 വിദേശ വിനോദസഞ്ചാരികൾ കേരളം സന്ദർശിച്ചിരുന്നു. മുൻ വർഷത്തേക്കാൾ 11% ഉയർന്നതാണിത്. എന്നാൽ വിനോദസഞ്ചാര സീസൺ തുടങ്ങുന്ന ഈ അവസരത്തിൽ 5-1 ടൂറിസ്റ്റുകൾ അവരുടെ ഇവിടത്തേക്കുള്ള യാത്ര മാറ്റിവെക്കുകയോ റദ്ദ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അവരിൽ കൂടുതലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ളവരുമായിരുന്നു. ചുരുക്കത്തിൽ, ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യങ്ങളിൽ യുദ്ധം കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന ആഘാതങ്ങൾ കണ്ടെത്തി അവയെ നേരിടാൻ പാകത്തിനുള്ള സവിശേഷമായ കർമ്മ പദ്ധതികളും സുരക്ഷിതത്വ വലയങ്ങളും സജ്ജമാക്കുന്നത് പുതിയ സർക്കാരിന്റെ അടിയന്തര അജണ്ടകളിൽ ഒന്നാകുമെന്ന് പ്രതീക്ഷിക്കാം. US-ഇറാൻ യുദ്ധം മൂലം കടുത്ത ഭക്ഷ്യക്ഷാമം വരുന്നുവെന്ന മുന്നറിയിപ്പുമായി US-ഇറാൻ യുദ്ധത്തിന്റെ ആഘാതങ്ങൾ മൂലം
3 കോടിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളിപ്പെടുമെന്ന് UN വികസന വിഭാഗം മേധാവി അലക്സാണ്ടർ ഡി ക്രൂ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കർഷകർ കൃഷിയിറക്കുന്ന സമയത്ത് തന്നെ ഇന്ധന വളം വിതരണത്തിൽ ഉണ്ടായ തടസ്സങ്ങൾ ഇതിന് കാരണമാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് കപ്പലുകൾ തടയപ്പെട്ടത് മൂലം രൂക്ഷമായ വളക്ഷാമം കാർഷിക ഉൽപാദനക്ഷമതയെ ഇതിനകം തന്നെ കുറച്ചിട്ടുണ്ടെന്ന് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വർഷം അവസാനത്തോടെ വിളവെടുപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്ന് മുൻ ബെൽജിയം പ്രധാനമന്ത്രി കൂടിയായ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭക്ഷ്യക്ഷാമം അതിന്റെ പരമാവധിയിൽ എത്തും. അതിൽ നിങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഊർജ്ജക്ഷാമം, വിദേശത്തു നിന്നുള്ള പണമയക്കലിലെ കുറവെന്നിവ ഉൾപ്പെടെയുള്ള മറ്റു പ്രതിസന്ധികളെ പട്ടികപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. കൃഷിക്ക് ആവശ്യമായ വളത്തിന്റെ വലിയൊരു ഭാഗം മിഡിൽ ഈസ്റ്റിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആഗോള വിതരണത്തിന്റെ 1/3 കടന്നു പോകുന്നത് ഇറാനും അമേരിക്കയും നിയന്ത്രണത്തിനായി മത്സരിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. യുദ്ധം ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമെന്നും ഇത് ലോകത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗങ്ങളെ കൂടുതൽ ബാധിക്കുമെന്നും ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി, UN വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്നിവ ഈ മാസം ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിസന്ധിയുടെ പാർശ്വഫലങ്ങൾ ഇതിനകം തന്നെ ആഗോള GDPയുടെ ഏകദേശം 0.5% മുതൽ 0.8% വരെ ഇല്ലാതാക്കിയതായി ഡി ക്രൂ പറഞ്ഞു. ഫണ്ട് കുറയുകയും സുഡാൻ, ഗാസ, ഉക്രൈൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് മാനുഷിക പ്രവർത്തനങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഏതായാലും പശ്ചിമേഷ്യൻ സംഘർഷം ലോകക്രമത്തെ ആകെ താളം തെറ്റിച്ചിരിക്കുകയാണ് എന്നത് ഒരു വസ്തുതയാണ്.